അവിടെ പെട്ടെന്ന് തന്നെ ഒരു ബൈബിൾ കോളേജ് സ്ഥാപിതമാക്കപ്പെട്ടു. സഭയുടെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സഭയുടെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവിടെ ഓഫീസുണ്ടായി. തുടർന്ന് ഒരു ക്രൈസ്തവ മാസിക അവിടെ ആരംഭിച്ചു. ആ മാസിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു പ്രസ് ആ സ്ഥലത്ത് തന്നെ, ആ കോമ്പൗണ്ടിൽ തന്നെ സ്ഥാപിതമാക്കപ്പെട്ടു. അക്കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിക്കണം എന്ന് ആദരണീയനായ ഡോക്ടർ PV അലക്സാണ്ടർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അതിനു വേണ്ട മുഴുവൻ കാര്യങ്ങളും, ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും ഇങ്ങേയറ്റം യോഹന്നാൻ്റെ സുവിശേഷത്തെ അധികരിച്ച് ഞാൻ തയ്യാറാക്കിയതായ പാഠപദ്ധതികളാണ് ഇന്നും അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതിനുശേഷം ഞാൻ തുടങ്ങിയ കറസ്പോണ്ടൻസ് കോഴ്സിലെ രണ്ടാമത്തെ ഭാഗമാണ് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തോടെയുള്ള പാഠപദ്ധതികൾ. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയുകയാണെങ്കിൽ സമയം ധാരാളം ആവശ്യമായി വരും. ചുരുക്കിക്കുട്ടി ഞാൻ പറയട്ടെ, എന്നെ ദൈവം തൻ്റെ പ്രവർത്തന മൂശയിലിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന അനുഗ്രഹീതമായ പരിശീലന കേന്ദ്രമായിരുന്നു അത്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, അനാഥത്വം അനുഭവിക്കുന്നവരെ കരുതാൻ, എൻ്റെ ഹൃദയത്തിൽ അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെയും, ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, നഷ്ടപ്പെട്ട ലോകത്തെ നോക്കി ഒരു മനസ്സലിവില്ലാത്ത, അതുപോലെ തന്നെ ജീവിതത്തിൽ ആരോരുമില്ലാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സഹജീവികളെ, അവരെ കാണാനും അവരെ സ്നേഹിക്കാനും കരുതാനും മനസ്സലിവില്ലാത്ത ഒരു ഹൃദയവുമായി സുവിശേഷ വേല ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കയില്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ അദമ്യമായ ആ ഭാരം, ജനത്തെ സ്നേഹിക്കാൻ, ജനത്തോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അഥവാ അഗാപ്പെ ലവ്, ബൈബിളിൽ പറയുന്ന ദൈവസ്നേഹത്തിൽ അവരെ കാണാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും കരുതാനും, അവരുടെ വേദനകൾ എൻ്റെ വേദനയായി ഏറ്റെടുക്കാനും, കണ്ണുനീരിൽ ദൈവത്തിൻ്റെ വചനം അവരോട് വിതയ്ക്കാനുമുള്ള വലിയ ഭാഗ്യം, പരിശീലനം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകുകയായിരുന്നു.